അതിലേക്കാണ് നമ്മൾ കാത്തിരുന്നത്. ഇതാ നമ്മൾ കണ്ടു. ലോകം മുഴുവൻ സന്തോഷിക്കുകയാണ്. മാധ്യമങ്ങൾ ഇതാ നമ്മുടെ മാർപ്പാപ്പ, പുതിയ മാർപ്പാപ്പ, സഭയുടെ 21ാം നൂറ്റാണ്ടിലെ 4ാമത്തെ പാപ്പ, 267ാമത്തെ പാപ്പ ഇതാ സിസ്റ്റൈൻ ചാപ്പലിൽ തെരഞ്ഞെടുത്തിരിക്കുന്നു. അദ്ദേഹം സമ്മതമൊഴിയിരിക്കുകയാണ്. ഞാൻ സന്നദ്ധനാണ്. ഇതാ മണികൾ അനുഗ്രഹീത നിമിഷം. അതെ, അനുഗ്രഹീത നിമിഷം. റോമിൽ മണികൾ മുഴങ്ങി. ഇനി എത്രയും പെട്ടെന്ന് തന്നെ മാർപ്പാപ്പ ജനങ്ങളെ കാണുവാനായിട്ട് ലോകത്തിന്റെ എല്ലാ കണ്ണുകളും ഇപ്പോൾ ആ പുകക്കുഴലിലാണ്. നമുക്കറിയാം, നമ്മൾ ആഗ്രഹിച്ച, നമ്മൾ കാത്തിരുന്ന ഇതാ ആ വെള്ളപ്പുക, ഇതിനല്ലേ കാത്തിരുന്നത് നമ്മൾ ഇന്നലെ മുതൽ. പറയാൻ വാക്കുകളില്ല. ചരിത്ര നിമിഷം. നമ്മളും ഭാഗ്യവാന്മാരാണ് ഈ ചരിത്ര നിമിഷത്തിൽ, ഈ സമയത്തിൽ നമ്മളിവിടെ ആയിരിക്കുന്നത്. എന്തായാലും നമ്മുടെ പ്രേക്ഷകർ പറഞ്ഞ 50%-ലധികം പറഞ്ഞവർ ഇന്ന് തന്നെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുമെന്ന് പറയുന്ന നമ്മൾ കാത്തിരുന്നത് ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ 15ാം ഘട്ട വോട്ടെടുപ്പിലേക്ക് പോകില്ല, 4ാം ഘട്ടത്തിൽ തന്നെ മാർപ്പാപ്പയെ തെരഞ്ഞെടുക്കുമെന്നൊരു ശുഭപ്രതീക്ഷ ഉണ്ടായിരുന്നു. ഉറപ്പായിട്ടും ഇനി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ സെൻട്രൽ ബാൽക്കണിയിലേക്ക് ലോകത്തിന്റെ ക്യാമറകളുടെ കണ്ണുകൾ തിരിയും. ലോകം മുഴുവൻ ഇനി സെയിന്റ് പീറ്റേഴ്സ് ബസിലിക്കയുടെ, പത്രോസിന്റെ നാമധേയത്തിലുള്ള ഈ ഒരു ദേവാലയത്തിന്റെ നടുവിലുള്ള ബാൽക്കണിയിലേക്ക് ഇനി നമ്മുടെ എല്ലാവരുടെയും കണ്ണുകൾ തിരിയുന്ന മനോഹരമായിട്ടുള്ള ഒരു ആകാംക്ഷയോടെയുള്ള ഒരു കാത്തിരിപ്പാണിത്. എങ്ങനെ അറിയാം? തോന്നുന്നത് ആ പുക പോലും സന്തോഷത്താൽ തുള്ളിച്ചാടിയാണ് പോകുന്നത്. എല്ലാവരും ആലിംഗനം ചെയ്യുന്നു, ചെയ്യുകയാണ്. ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ സാധിക്കില്ല. ഇത് മെയ് 8 മാതാവിന്റെ തിരുനാൾ ദിവസം പരിശുദ്ധ അമ്മ നടത്തിയ അത്ഭുതം. അതെ, ഈ മാർപ്പാപ്പയെ നമുക്ക് നൽകിയത് പാപ്പ എന്നുള്ള പിന്നെ പോസ്റ്ററുകളൊക്കെ ഉയർന്നു കഴിഞ്ഞു. സഭയുടെ സേദേ വക്കാതെ എന്ന് പറയുന്ന ടേം എടുത്ത് മാറ്റപ്പെട്ടു. സഭയുടെ സീക്ക് ആളിനെ ലഭിച്ചു. സഭ ഇനി ഈ ആക്സെപ്റ്റ് ചെയ്ത മൊമെന്റ്, ഓൺ ദ വെരി മൊമെന്റ് നമുക്ക് പാപ്പായെ ലഭിച്ചു കഴിഞ്ഞു. എല്ലാ അധികാരങ്ങളും ആത്മീയവും ഭൗതികവുമായിട്ടുള്ള എല്ലാം ഏറ്റെടുത്തുകൊണ്ട് സഭ വീണ്ടും മാർപ്പാപ്പയുടെ കീഴിലേക്ക്. തീർച്ചയായിട്ടും ഞാനൊരു കാര്യം പറയട്ടെ. ഇപ്പോൾ ഫ്രാൻസിസ് മാർപ്പാപ്പ മരണമടഞ്ഞ് അദ്ദേഹം പോയത് പരിശുദ്ധ അമ്മയുടെ മടിത്തട്ടിലേക്കായിരുന്നു. മേരി മജോറെ ബസിലിക്കയിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പോയതെങ്കിൽ ആ മാതാവ് സഭയെ കാത്തിരിക്കുന്നു. ആ മാതാവ് തന്നിരിക്കുന്നു പുതിയ മാർപ്പാപ്പയെ. മെയ് 8 മാതാവിന്റെ തിരുനാൾ ദിവസം ഒന്ന് അങ്ങോട്ട് പോയില്ല, ഒന്ന് ഇങ്ങോട്ടും വന്നില്ല. ആ പുക അത് സന്തോഷത്താൽ വത്തിക്കാനിലേക്ക് മുഴുവൻ പടരുകയാണ്. ഇത് അരൂപിയുടെ പുകയാണ്. ഇത് എല്ലാ നെഗറ്റീവ് കളയുന്ന ആ ഒരു വിശുദ്ധമായ പുക ഇതാ ഉയരുകയാണ്. എനിക്കൊരു കത്തോലിക്ക സഭയിലൊക്കെ പോയി അത് നമ്മൾ വെളുത്ത പുകയാണ്. മേഘത്തോട് സാധ്യതയുണ്ടല്ലേ, മേഘത്തോട് തുലനം ചെയ്യാൻ പറ്റുന്ന ആ ഒരു വെളുത്ത പുക. അതെ അതെ അതെ, തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മ ഡിജോ പറഞ്ഞ വളരെ കറക്റ്റാണ്. കാരണം പരിശുദ്ധ അമ്മയുടെ ഈ ഒരു തിരുനാളിന്റെ ദിനത്തിൽ അമ്മ തന്ന നൽകിയൊരു സമ്മാനം ഉറപ്പായിട്ടും പരിശുദ്ധാരൂപിയുടെ പ്രവർത്തനം കൊണ്ട് തന്നെയാണെങ്കിൽ പോലും പരിശുദ്ധ അമ്മ നൽകിയൊരു സമ്മാനമായിട്ട് നമുക്ക് ഈ ഒരു നിമിഷത്തെ വേണമെങ്കിൽ കാണാം. അത് ഉറപ്പായിട്ടും നേരത്തെ ഫ്രാൻസിസ് മാർപ്പാപ്പ കിടന്നുറങ്ങുന്നത് അമ്മയുടെ മടിത്തട്ടിലാണ്. അവിടെ നിന്ന് അമ്മയുടെ മാധ്യസ്ഥം വഴി ഉറപ്പായിട്ടും പുത്രനോടും പരിശുദ്ധാത്മാവിനോടും പിതാവായ ദൈവത്തോടും പരിശുദ്ധ അമ്മയുടെ ശക്തമായ മാധ്യസ്ഥം. ഓരോ ടീച്ചറിന് പിൻഗാമിയായിട്ട് പത്രോസിന്റെ പിൻഗാമികളെ തെരഞ്ഞെടുക്കുമ്പോഴും അമ്മ മാധ്യസ്ഥം വഹിക്കും. അതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നു വത്തിക്കാൻ ചത്തുരത്തിൽ പരിശുദ്ധ അമ്മയുടെ മാത്ര എക്ലേസിയെ, സഭയുടെ അമ്മ എന്ന് പറയുന്ന ഒരു ചിത്രം അവിടെ വണങ്ങപ്പെടുന്നുണ്ട്. അപ്പോൾ അമ്മ സഭയുടെ തീർച്ചയായിട്ടും നമുക്കിതാ ഒരു പരിശുദ്ധ പിതാവിനെ നൽകിയിരിക്കുന്നു. ഇതിൽ കൂടുതൽ ഇനി എന്താണ് വേണ്ടത്? അതെ, ഇതിൽ കൂടുതൽ എന്താണ് വേണ്ടത്? 12 ദിവസത്തോളം നമുക്ക് നാഥനില്ലാതെ ആയിരുന്നെങ്കിൽ 9 ദിവസത്തെ ദുഃഖാചരണം കഴിഞ്ഞ ഒരു 3 ദിവസങ്ങൾ പിന്നിടുമ്പോൾ തന്നെ ഇതാ നമുക്ക് പുതിയ മാർപ്പാപ്പയെ ലഭിക്കുകയാണ്. ഇതാ ആ ഒരു അവസ്ഥ, നമ്മൾ സെദേവെക്കന്റെ ആ ഒരു അവസ്ഥ മാറിയിരിക്കുന്നു. ഇതാ നമുക്ക് ഒരു പുതിയ മാർപ്പാപ്പയെ ലഭിച്ചിരിക്കുന്നു. ഉടനെ
ഉടനെ ആ മട്ടുപ്പാവിൽ അതെ ഹബേഗൂസ് പാപ്പ ആ ഇത് മുഴങ്ങിക്കേൾക്കും, ഉടനെ മുഴങ്ങിക്കേൾക്കും. ഇനി നമുക്കറിയേണ്ടത് ആരാണ് പുതിയ മാർപ്പാപ്പ. നമ്മൾ ചർച്ച ചെയ്തതും അത് തന്നെയായിരുന്നു. ആരായിരിക്കും ആകാംക്ഷയോടെ ലോകം കാത്തിരിക്കുകയാണ്. ആരാണ് പുതിയ മാർപ്പാപ്പ? വെള്ളപ്പുക ഉയർന്നു കഴിഞ്ഞിരിക്കുന്നു. ഏത് പേര് അദ്ദേഹം സ്വീകരിക്കും? ഇനി ഈ ലോകത്തിന്റെ കണ്ണുകൾ മുഴുവൻ ഈ വത്തിക്കാൻ ബസിലിക്കയുടെ സെൻട്രൽ ബാൽക്കണിയിലേക്ക്, അവിടെ വെച്ചാണ് ഉർബിയത്ത് ഓർബിൻ എന്ന് പറയുന്ന ആശീർവാദം ലോകത്തിനും സഭ മണികൾ മുഴങ്ങുമ്പോൾ ആ മണി മുഴങ്ങുന്നത് നമ്മുടെ ഹൃദയത്തിലാണ്. അച്ഛാ, എനിക്ക് പറയാനുള്ളത് കണ്ണുകളല്ല വത്തിക്കാനിൽ, നമ്മുടെ ഹൃദയങ്ങൾ വത്തിക്കാനിലുണ്ട്. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും ലോകം മുഴുവൻ വത്തിക്കാനിൽ എത്തിയിരിക്കുകയാണ്. മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ്. എല്ലാവരുടെ കയ്യിലും ജപമാലയുണ്ട്. അവരുടെ രാജ്യത്തെ പ്രതിനിധീകരിക്കുന്ന ഒരു പതാകയുണ്ട്. ഈ നിമിഷം തന്നെ അവർ പ്രാർത്ഥിക്കുന്നത് ഇനി ആരാണ്, അടുത്തത് ആരാണ് എന്നുള്ളതാണ്. ആരാണ് ഈ മട്ടുപ്പാവിലേക്ക് കടന്നു വരിക അല്ലെ? പുതിയൊരു ബന്ധക്കൊസ്ത അത് ഇപ്പോൾ സിസ്റ്റൈൻ ചാപ്പലിൽ സംഭവിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതിൽ പരിശുദ്ധ അമ്മയുണ്ടായിരുന്നു. അതുകൊണ്ടാണ് മെയ് 8 അമ്മയുടെ തിരുനാൾ ദിവസം ഇതാ പുതിയ മാർപ്പാപ്പയാണ്. ഞാൻ ഈ സഭയെ സംരക്ഷിക്കാൻ, ഈ സഭയെ കാത്തുകൊള്ളാൻ, ഈ സഭയ്ക്ക് നാഥനായി ഞാൻ നൽകുന്ന ഒരു പാപ്പ ഇതാ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്നു. മെയ് 8 ഫ്രാൻസിസ് മാർപ്പാപ്പ പോയത് മാതാവിന്റെ മടിത്തട്ടിയിലേക്കാണെങ്കിൽ, മേരി മജോറെ ബസിലിക്കയിലേക്കാണെങ്കിൽ, മഞ്ഞു മാതാവിന്റെ സന്നിധിയിലേക്കാണ് ഫ്രാൻസിസ് മാർപ്പാപ്പ പോയതെങ്കിൽ ആ മാതാവിത പുതിയൊരു പാപ്പയെ നമുക്ക് നൽകിയിരിക്കുകയാണ്. എങ്ങനെ ഈ ഒരു സന്തോഷത്തെ, ഈ ഒരു ആത്മീയ അനുഭവത്തെ എങ്ങനെ വിവരിക്കാൻ കഴിയുമെന്നറിയില്ല. കാരണം ഇത് ആത്മീയതയുടെ ഇതിലും കൂടുതലായിട്ട് നമുക്കൊരു സന്തോഷം ഈ ഒരു ദിവസം വരാനായിട്ടില്ല. കാരണം പുതിയൊരു മാർപ്പാപ്പയെ നമുക്ക് ലഭിച്ചിരിക്കുന്നു. ഈ മാർപ്പാപ്പയെ ലഭിച്ചു എന്ന് പറയാനായിട്ട് കടന്നു വരുന്ന കാർഡിനൽ പ്രീഫെക്റ്റാണ് സാധാരണ ഇത് അനൗൺസ് ചെയ്യാറ്.